ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കറണ്ട് അഫയർ പോർഷനാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് എന്ന് പറയുന്നത് സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ സീരീസാണ്. ആ സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ചിനാബ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ആ ബ്രിഡ്ജ് ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഒരു നദിയുണ്ട്, ചിനാബ് നദി എന്ന് പറഞ്ഞിട്ട്. സിന്ധു നദിയുടെ എന്താണ് ആക്ച്വലി പോഷക നദിയാണ്. അതിൻ്റെ പുറത്ത് നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഇത്ര അധികം ഇമ്പോർട്ടൻസ് വന്നത് എന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. ഇങ്ങനൊരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് എവിടെയാണോ ആക്രമണം നടക്കുന്നത്, എവിടെയാണോ യുദ്ധം നടക്കുന്നത്, അവിടേക്ക് എന്ത് ചെയ്യണം? ആളുകളെ എത്തിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയെങ്കിൽ അവിടേക്ക് ആളുകളെ എത്തിക്കണമെങ്കിൽ കണക്ടിവിറ്റി വളരെ നല്ലതായിരിക്കണം. അപ്പം എൻ്റെ ചോദ്യം, രണ്ട് മലയുണ്ട്, ആ മലയുടെ നടുവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചിനാബ് നദി ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന നദിയുടെ മുകളിലൂടെ ഇങ്ങനൊരു പാലം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് ആ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന മലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും. ഓക്കെ, ഉടനെ ഈ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക്, നമ്മുടെ ആർമിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. അത് സ്പീഡിൽ എത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അടുത്ത കാര്യം, സർ, ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ ആർമിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ? അല്ല. ഓക്കെ, സാധാരണക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ്. ഓക്കെ, ഈ വീഡിയോ സീരീസ് കാണുന്ന എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആദ്യത്തെ 2 മിനിറ്റ് സിലബസ് പറയുന്നു, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പറയുന്നു, അതിൽ എന്തൊക്കെ പഠിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ എപ്പോഴാണോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 മിനിറ്റ് കണ്ട് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ്, PSCക്കുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, ഒക്കെ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് കറണ്ട് അഫയർ ഒന്നും കാണുന്നില്ല. ഓക്കെ, പക്ഷേ നദികൾ, കാലാവസ്ഥ, ഇവയിൽ നിന്നും നമുക്ക് കറണ്ട് അഫയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എവിടെയെങ്കിലും ഫ്ലഡ് ഉണ്ടായി, അല്ലെങ്കിൽ പുതിയ എന്ത് വന്നു? ഒരു സൈക്ലോൺ വന്നു, അതായത് ഒരു എന്താണ്, ചുഴലിക്കാറ്റ് വന്നു. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടി ചോദിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ സൈക്ലോൺ ശക്തി, അപ്പൊ പുതിയൊരു ചുഴലിക്കാറ്റാണ്. അപ്പൊ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ? അതല്ലേ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, ഇനി അവിടെയുള്ള ഒരു ഭാഗമാണ് കൃഷി, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ. അതിൽ കൃഷി, ധാതുക്കൾ, ഊർജ്ജ സ്രോതസ്സുകൾ എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ കൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന ക്വസ്റ്റ്യൻ വരുമോ? ഇല്ല. ഓക്കെ, അരിയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയ സംസ്ഥാനം ഏതാണ്? സർ, എപ്പോൾ ഉള്ള ഡാറ്റയാണ് പഠിക്കേണ്ടത്? 2023 മുതൽ 2025 വരെ ഡാറ്റയാണ്. ഓക്കെ, റോഡ്, റെയിൽ, ജല ഗതാഗത, വ്യോമ ഗതാഗത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ സംഭവമുണ്ട്. ഓക്കെ, ഇവിടെ റോഡ്, റെയിൽ, ജല, എയർ ഗതാഗത സംവിധാനങ്ങൾ, വ്യോമ ഗതാഗത സംവിധാനങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് PM ഗതിശക്തി പ്രോഗ്രാം. PM ഗതിശക്തി പ്രോഗ്രാം എന്ന് പറയുന്നത് റോഡ്, റെയിൽ, എന്താ പറയുക, ജലം, വ്യോമം, ഇതെല്ലാം കൂടി എന്താണ് ആക്ച്വലി കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സർ, ഈ ചിനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നതും അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നതും ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പാൻഷൻസ് ആണോ? അതെ. പക്ഷെ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പാൻഷൻസ് മാത്രമാണോ? അല്ല. അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കൂടിയാണോ? അതെ. അപ്പൊ റെയിലിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ചിനാബ്, അഞ്ചിഗഡ് ബ്രിഡ്ജ്, പാമ്പൻ റെയിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ചിനാബും അഞ്ചിഗഡ് ബ്രിഡ്ജും ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സർ, അപ്പൊ എയറിൽ എന്താ ഉള്ളത്? എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ജോഗ്രഫിയുമായ കറണ്ട് അഫെയറിന്റെ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് ജോഗ്രഫിയുമായ കറണ്ട് അഫെയർസ് എന്ത് ചെയ്യും? കഴിയുന്നതായിരിക്കും. സോ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഒരു സെപ്പറേറ്റ് ബുക്ക് കറണ്ട് അഫെയർസിന് വെച്ചിട്ടുണ്ടാവണം.
ആ സെപ്പറേറ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെയാണോ സിലബസുമായി പറഞ്ഞിട്ടുള്ള കറണ്ട് അഫെയർ, അതായത് നിങ്ങൾ കറണ്ട് അഫെയർ നോക്കുന്ന സാധാരണ എന്താ പറയുക സോഴ്സ് ആയിട്ടുള്ള PSCയുടെ ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വിധി, പിന്നെന്താണ് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താണ് ബുക്സ്, ഇതൊന്നും അല്ല അവിടെ എഴുതേണ്ടത്. അവിടെ എഴുതേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസുമായിട്ട് എന്തൊക്കെ കറണ്ട് അഫെയർ എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മാത്രം നമ്മൾ ആ ബുക്കിൽ എഴുതുള്ളൂ. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. രണ്ടാമത്തെ, എക്സാമിന് ഒരു മാസം മുമ്പ് നമുക്ക് എന്തൊക്കെ കറണ്ട് അഫെയർ വരുന്നു പഠിക്കാനുള്ള കാര്യമുണ്ട്. ആ കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബുക്ക് ആയിരിക്കും റെഫർ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ആ ബുക്കിൽ എഴുതണം. ഇനി അടുത്ത കാര്യം, സാർ ഇതിന്റെ PPT ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് എടുത്തു വെച്ചാൽ പോരെ? പോരാ മക്കളെ, പോരാ. ഒരു പ്രാവശ്യം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആ ബുക്കാണ് കയ്യിൽ വേണ്ടത്. ഒന്ന് എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവണം. ഇത്രയും കാര്യം അല്ലേ? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് എന്താ? ചിനാബ് റെയിൽ ബ്രിഡ്ജും അഞ്ചിഗഡ് ബ്രിഡ്ജും. സർ, ചിനാബ് റെയിൽ ബ്രിഡ്ജ് എന്നല്ലേ ഉള്ളൂ. രണ്ട് ബ്രിഡ്ജ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഒന്ന് ചിനാബ് ആണ്, ഒന്ന് അഞ്ചിഗഡ് ബ്രിഡ്ജ് ആണ്. എൻ്റെ പേര് കിരൺ. @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടും @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞിട്ടും ഒരു ഗ്രൂപ്പും ചാനലും ഉണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ എന്നുള്ളതാണ് ഗ്രൂപ്പ്. @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്നുള്ളത് എന്താണ് ആക്ച്വലി ഒരു ചാനലാണ്. അതിൽ മെയിനായിട്ട് ഡിഗ്രി ലെവലിന്റെ കണ്ടന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. കമന്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ ചെയ്യാവുന്നതാണ്. പിന്നെ എന്നോട് ഡയറക്റ്റ് എന്ത് ചെയ്യാവുന്ന ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഇത്രയും കാര്യം അല്ലേ? അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാം ചാനൽ വന്നിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിനാബ് റെയിൽ ബ്രിഡ്ജിനെ കുറിച്ചാണ്. പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചിഗഡ് റെയിൽ ബ്രിഡ്ജിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റെയിൽവേ ബ്രിഡ്ജ് ആണ് നമ്മുടെ ചിനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പറയേണ്ട മറുപടി എന്താന്നാ? ഇതൊരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ എന്താ പറയുക കൺസ്ട്രക്ഷൻ ആണ്. അല്ലാതെ നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത് വെറും റെയിൽവേ യാത്രയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി എന്താ പറയാ എവിടെയെങ്കിലും എന്തെങ്കിലും തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അവിടേക്ക് പെട്ടെന്ന് നമ്മുടെ സൈന്യത്തെ എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണോ ഇത്? അതെ. നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ചൈന ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ റെയിൽവേ ബ്രിഡ്ജിന്റെ പേരാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞ് 120 വർഷത്തോളം ഈ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നതായിരിക്കും, വർക്ക് ചെയ്യുന്നതായിരിക്കും. 29,880 ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് എന്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ബ്രിഡ്ജ് കാറ്റടിച്ചു. കാറ്റത്താടുമോ ഈ കാറ്റാടി, കാറ്റത്താടില്ല ഈ കാറ്റാടി എന്ന് വെച്ചാൽ വെറും കാറ്റല്ല, കൊടുങ്കാറ്റ്. സാർ, എത്ര വലിയ കൊടുങ്കാറ്റ്? 266 km/h എന്താണ് വേഗതയിൽ അടിക്കുന്ന കൊടുങ്കാറ്റ്. അങ്ങനെയുള്ള കൊടുങ്കാറ്റ് ഈ ബ്രിഡ്ജിൽ വന്ന് അടിച്ചാലും ബ്രിഡ്ജ് എന്ത് ചെയ്യില്ല, ഇളകില്ല മക്കളെ, ഇളകില്ല. ഈ ബ്രിഡ്ജിൽ നമുക്ക് എന്തുണ്ട്, കേബിൾ ഉണ്ട്. കേബിൾ എന്തിനാ സാർ ഉള്ളത്? ഈ ബ്രിഡ്ജിനെ പിടിച്ചു വെക്കണ്ടേ? എവിടെ ബ്രിഡ്ജിലേക്ക് പോവാം. ഇതാ ബ്രിഡ്ജ്. അപ്പൊ ബ്രിഡ്ജിനെ നമുക്ക് കേബിൾ ഇട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബ്രിഡ്ജിനെ പ്രോപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണ്ടേ. ഈ ബ്രിഡ്ജിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് 127 മീറ്റർ എന്താണ് ആക്ച്വലി ലെങ്ത് ഉള്ളതാണ്. ഈ കേബിൾ എന്ന് പറയുന്നത് എന്താണ്, കുത്തപ്പിനാർ നിങ്ങൾ അതിന് നടുവിൽ കൊണ്ടുവച്ചു. കുത്തപ്പിനാർ എത്ര മീറ്ററാ ഉള്ളത്? 72 മീറ്ററാ ഉള്ളത്. ആ കുത്തപ്പിനാർ നിങ്ങൾ താഴെ വെച്ചാലും അതെന്തായിരിക്കും, ആ കേബിൾ എന്ന് പറയുന്നത്, കേബിൾ വെറും കേബിൾ അല്ല, പൈലോൺ കേബിൾ ആണ്. ആ കേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനേക്കാളും കൂടുതൽ വലുതായിരിക്കും. ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആർക്ക് പാലമാണ്. ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു അർദ്ധവൃത്തം പോലെ കാണുന്നില്ലേ, ഇതാണ് എന്ത്, ആർക്ക് പാലമാണ് ഉള്ളത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.3 കിലോമീറ്റർ ആണ്. 1.3 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു, ഈ പാലത്തിന് നീളമുണ്ട്. ഈ പാലത്തിന്റെ ഹൈറ്റ്, സാർ, ലോകത്തിലെ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ഒരു പാലമല്ലേ? അങ്ങനെയാണ് ഈ പാലത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 359 എന്താണ് ആക്ച്വലി മീറ്റർ ആണ്. ഈഫൽ ടവറിനേക്കാളും വലിപ്പമുള്ള ഒരു പാലമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നത്. വലിപ്പോ അല്ല, ഉയരത്തിൽ ഈഫൽ ടവർ എടുത്തിട്ട് നിങ്ങൾ ഈ പാലത്തിന് താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും എന്തുണ്ടാവും, ഹൈറ്റ് ബാക്കി ഉണ്ടാവും. അത്രയും ഉയരത്തിലാണ് നമ്മൾ പാലം കെട്ടിയിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ ഈ പാലം കെട്ടിയിരിക്കുന്നത്? ജമ്മു കാശ്മീരിലാണ്. എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിൽ ഈ പാലം നമ്മൾ നിർമ്മിച്ചതെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, ഈ പറയാവുന്നതാണ്. ഒരു 10 പ്രാവശ്യം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടാവും.
രണ്ടാമത്തെ ഏത് നദിക്ക് കുറുകെയാണ്? ചിനാബ് നദിക്ക് കുറുകെ. ഓക്കെ, അപ്പൊ ചിനാബ് നദിക്ക് കുറുകെ നമുക്ക് ചിനാബ് റെയിൽ പാലം ഉണ്ട്. അതേപോലെ അഞ്ചി നദിക്ക് കുറുകെ അഞ്ചീഗത് റെയിൽ പാലവും ഉണ്ട്. ഓക്കെ സർ, അപ്പൊ അഞ്ചി നദിയുടെ പ്രത്യേകത എന്താ? അഞ്ചി നദി എന്ന് പറയുന്നത് ചിനാബ് നദിയുടെ പോഷക നദിയാണ്. അപ്പൊ ചിനാബ് നദിയുണ്ട്, അതിന്റെ കൈവഴിയായ അഞ്ചി നദിയുണ്ട്, ചിനാബ് പാലമുണ്ട്, അഞ്ചി പാലമുണ്ട്. അപ്പൊ അഞ്ചീഗത് പാലം, രണ്ട് പാലം നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് പാലവും പ്രധാനമന്ത്രി മോഡിജി 2025 ജൂൺ 6 എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ഓക്കെ സാർ, ഇത് എവിടെയാ ഉള്ളത്? റീസി ജില്ലയാണ് ഉള്ളത്. എവിടെയാണ് ഈ ജില്ല? ജമ്മു കാശ്മീരിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ റെയിൽവേ പാലമാണെന്ന് മനസ്സിലായി. കമാന പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കുള്ള പാലമാണ്. അപ്പൊ പാലത്തിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാലം എങ്ങനെയുള്ളതാണ്? ആർക്കുള്ള പാലമാണ്. ഓക്കെ അല്ലെ? ഇങ്ങനെ ഒരു പാലമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ ഉയരം എത്രയാണെന്ന് വെച്ചാൽ എത്ര പറയാ? 359 മീറ്റർ എന്നാണ് പറയാ. ഈഫൽ ടവറിനെക്കാളും എത്ര ഉയരമുണ്ട്? 35 മീറ്റർ ഉയരമുണ്ട്. ഒരു ഈഫൽ ടവർ നിങ്ങൾ ഫ്രാൻസിലെ പാരീസിൽ നിന്ന് പുഴക്കി എടുത്തിട്ട് ഓക്കെ ഈ ചിനാബ് ബ്രിഡ്ജിന്റെ താഴെ വെക്കുകയാണെങ്കിൽ ഈഫൽ ടവർ താഴെ നിൽക്കും, പിന്നെയും 35 മീറ്റർ ഉണ്ടാവും, ഉയരം ഉണ്ടാവും. അപ്പൊ ഇത്രയും വലിയൊരു പാലം കെട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയാണോ? ഓക്കെ, അപ്പൊ ഇന്ത്യ ലോകത്തിന് തന്നെ കൊടുത്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മറുപടിയാണോ എന്ത്? ചിനാബ് പാലം, അഞ്ചീഗഡ് പാലം എന്ന് പറയുന്നത്? തീർച്ചയായും അതാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയത് ആരാണ് സർ? ഉണ്ടാക്കിയ ആളുടെ പേരാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സാർ, അത് ഉണ്ടാക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യണ്ടേ, രൂപകൽപ്പന ചെയ്യണ്ടേ? അതാരാ ചെയ്തത്? ആക്ച്വലി IISc ബാംഗ്ലൂർ. ഓക്കെ, IISc ബാംഗ്ലൂർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഈ എന്താണ് പാലത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി പാലത്തിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സാറാണ് പറഞ്ഞത് ഈ പാലം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, സോറി എന്താ പറയാ, പ്രതിരോധ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും ബോംബ് ഇട്ടാൽ എന്ത് പറ്റും സർ? നോ പ്രോബ്ലം. ഓക്കെ, DRDO ഈ പാലത്തെ സ്ഫോടക പ്രതിരോധ ശേഷിയുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ബോംബ് ഇട്ടാ പൊട്ടില്ല. ഓക്കെ സാർ, അപ്പൊ ഭൂകമ്പം ഉണ്ടായാലോ? മലയുടെ നടുവിലല്ലേ ഉള്ളത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? IIT ഡൽഹിയും IIT റൂർക്കിയും കൂടിയിട്ട് ഈ പാലത്തിന്റെ ഭൂകമ്പ പരിശോധന നടത്തിയതിനു ശേഷം ഈ പാലം ഭൂകമ്പം ഉണ്ടായാലും എന്ത് ചെയ്യില്ല, പൊട്ടാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ നിൽക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഭൂകമ്പം ഉണ്ടായാലും പൊട്ടില്ലേ? അങ്ങനെയല്ല മക്കളെ. ഓക്കെ, ഒരു പ്രത്യേക ലെവലിലുള്ള ഭൂകമ്പം. സാർ, അപ്പൊ അത് പ്രത്യേക ലെവലിലുള്ള ഭൂകമ്പം എങ്ങനെ ഞങ്ങൾ അറിയുക? 2 മിനിറ്റിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ സാർ എന്തൊക്കെയാ പറഞ്ഞത്? പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. ഈ കൺസ്ട്രക്ഷന്റെ നിർമ്മിതി നയിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. ഓക്കെ, സമ്മതിച്ചു. അടുത്തത് IISc ബാംഗ്ലൂർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതില് ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പാലം പൊട്ടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കാറ്റത്താടുക മാത്രമല്ല, ഭൂകമ്പത്തിൽ ഒടിയാൻ പറ്റില്ല. ഇനി ബോംബ് ഇട്ടു, ഓക്കെ, പാലം എന്ത് ചെയ്യരുത്? അപ്പോഴും പൊട്ടരുത്. ഇതിനു വേണ്ടി ഉറപ്പുവരുത്തിയിരിക്കുന്ന ആരാ? ഭൂകമ്പത്തിൽ നിന്ന് പാലത്തെ സംരക്ഷിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആളുകളാണ് IIT ഡൽഹിയും IIT റൂർക്കിയും. ഓക്കെ, DRDO ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാലം സ്ഫോടക പ്രതിരോധ ശേഷിയുള്ള എന്ത് ചെയ്തിരിക്കുന്നത്? ഉറപ്പാക്കിയിരിക്കുന്നത്. അത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഈ പാലം റീസി ജില്ലയിലെ ബാക്കൽ എന്ന് പറയുന്നതും കൗരി എന്ന് പറയുന്നതുമായ ഗ്രാമങ്ങളെ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. അപ്പൊ ബാക്കൽ മലയുടെ ഒരു സൈഡിലാണ്, കൗരി മലയുടെ വേറൊരു സൈഡിലാണ്. ഈ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പോ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? അത് ഏതാണ് പാലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള പാലമാണ്. അത് ഹൗറ പാലമല്ല, പാമ്പൻ പാലമല്ല, ഗോദാവരി പാലമല്ല. ഏത് പാലമാണ്? ചിനാബ് പാലമാണ്. CPO 2025 ചോദിച്ചത്. ഓക്കെ, അടുത്തത് സാർ, ഭൂകമ്പം എന്ന് പറഞ്ഞു. എത്ര വരെയുള്ള ഭൂകമ്പങ്ങൾ വന്നാലും ഉള്ളത്? ആക്ച്വലി ഭൂകമ്പം അളക്കാനുള്ള സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് റിക്ടർ സ്കെയിൽ. ഈ റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പം, അതായത് റിക്ടർ സ്കെയിലിൽ 8 വന്നു, ആ 8 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായാലും ഈ പാലം എന്ത് ചെയ്യില്ല? അനങ്ങില്ല, കുലുങ്ങില്ല. ഓക്കെ, ബോംബ് ഇട്ടാ സാർ കുലുങ്ങോ അനങ്ങോ? 40 ടൺ TNT ബോംബ് ഇട്ടു, ഓക്കെ അല്ലെ? ഈ പാലം എന്ത് ചെയ്യില്ല? അനങ്ങില്ല, കുലുങ്ങില്ല. ഓക്കെ സാർ, തണുത്തു പോയാലോ? കാലാവസ്ഥ -20°C വരെ വന്നു, ഈ പാലം എന്ത് ചെയ്യില്ല? അനങ്ങില്ല, കുലുങ്ങില്ല. ഈ അടുത്ത കാര്യം നിങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 266 കിലോമീറ്റർ വരെ എന്ത് ചെയ്തു? കാറ്റ് വന്നു. ഓക്കെ, എങ്കിൽ ഈ പാലം എന്ത് ചെയ്യില്ല? അനങ്ങില്ല, കുലുങ്ങില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോ
ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എന്താ പറയാ ആലോചിച്ച് കൺസ്ട്രക്ഷൻ നടത്തി എന്താണ് ആക്ച്വലി ഇത്രയും സേഫ്റ്റി ആയിട്ടുള്ള ഒരു പാലം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് ജില്ലകളെ കാണുന്ന രണ്ട് ജില്ലകളെ ബാക്കൽ കൗരിയിലുള്ള ആളുകൾക്ക് രണ്ട് സ്ഥലത്തോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ല. അവർ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതൊരു എന്താണ് സ്ട്രാറ്റജിക്കൽ മൂവ് ആണ്. അതേപോലെ ഇത് എന്താണ് ആക്ച്വലി ഒരു മിലിറ്ററി പാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പാലത്തിന് ആകെ ഉള്ളത് 8 തൂണാണ്. ആ 8 തൂണിൽ ഒരു തൂൺ എന്ത് ചെയ്തു? പോയി എന്ന് വിചാരിക്കും. അല്ലേ? എന്തു പറ്റി? എന്തെങ്കിലുമൊക്കെ പറ്റി, ബോംബിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു. അങ്ങനെ പോയാലും ഈ പാലം എന്ത് ചെയ്യുന്നതായിരിക്കും? അപ്പോഴും പാലം എന്ത് ചെയ്യില്ല? വീഴില്ല. ഇനി അടുത്ത ഡൗട്ട്, സാർ 2 തൂണ് പോയാലോ? അപ്പൊ പാലം വീഴും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു തൂണ് പോയാലും എന്ത് ചെയ്യില്ല? പാലം വീഴുന്നതായിരിക്കില്ല. ഈ പാലം ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ എന്താണ് ആക്ച്വലി ഭാഗമാണ്. അപ്പോൾ ഉദ്ധംപൂറിനെയും ശ്രീനഗറിനെയും ബാരാമുള്ളയും നമുക്ക് എന്ത് ചെയ്യണം? റെയിൽവേയിലൂടെ കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ ഭാഗത്തിലുള്ള 2 പാലമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 4 2 പാലമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അല്ലെ? ഒന്നാമത്തെ പാലത്തിന്റെ പേര് ചിനാബ്. അപ്പൊ രണ്ടാമത്തെ പാലത്തിന്റെ പേരെന്താ? അഞ്ചിഗഡ്. അല്ലേ? അപ്പൊ നമുക്ക് 2 പാലം കിട്ടി. ഈ 2 പാലവും എന്തിന്റെ ഭാഗമാണ് സാർ? 2 പാലവും USBRLന്റെ ഭാഗമാണ്. എന്താണ് USBRL എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ്. 2002 മാർച്ചിൽ ഈ പദ്ധതി എന്ത് ചെയ്തു? ദേശീയ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സാർ 2002 മാർച്ചില്? അതെ. സാർ ഇപ്പൊ 2025 ആയി. ഏത്? USBRLന്. അപ്പൊ USBRL എന്ന് പറഞ്ഞ പദ്ധതിയും ചിനാബ് റെയിൽവേ ബ്രിഡ്ജും എന്താണ്? ഇതേപോലെ ഇവിടെ എന്താണ് ആക്ച്വലി നമ്മുടെ എന്താ അതിന്റെ പേര്? അഞ്ചിഗഡ് റെയിൽവേ ബ്രിഡ്ജും വളരെ സമയമെടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ആക്ച്വലി ഒരു പദ്ധതിയാണ്. ഇതിന്റെ മൊത്തം നീളം നമുക്കറിയാം 1.3 കിലോമീറ്റർ ആണ്. അതിന്റെ മീറ്ററിൽ പറയുമ്പോൾ 1315 മീറ്റർ എന്തുണ്ട്? ഈ പാലം നീളമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം അല്ലേ? അതെ. 8 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റുന്നല്ലേ പഠിച്ചത്. അപ്പൊ 8 വരെ തീവ്രമുള്ള ഭൂകമ്പങ്ങളാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൺ 5 ഭൂകമ്പങ്ങൾ. അല്ലെ? ആ സോൺ 5 ഭൂകമ്പങ്ങളെ കൂടി താങ്ങാൻ നമ്മുടെ ചിനാബ് പാലത്തിന് പറ്റുമോ? പറ്റും മക്കളെ. എന്ത് ചെയ്യാൻ പറ്റും? ചിനാബ് പാലത്തിന് ഇത് എന്ത് ചെയ്യാവുന്നതാണ്? ചെയ്യാവുന്നതാണ്. അപ്പൊ ഫയർമാൻ 2025 ക്വസ്റ്റ്യൻ, ചിനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ജമ്മു കാശ്മീരിലല്ലേ? അതെ. റീസി ജില്ലയിലല്ലേ? ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നില്ലേ? ഉണ്ട്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ആണല്ലോ. 350 മീറ്റർ അല്ലേ ഉയരം? ഈഫൽ ടവറിനെ കൊണ്ട് താഴെ വെച്ചാലും പിന്നെയും 35 മീറ്റർ ഉണ്ടാവില്ലേ? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അല്ല മക്കളെ. അതല്ലേ ഇപ്പൊ പഠിച്ചത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. പ്രധാനമായിട്ടുണ്ടാക്കിയത് കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്? അല്ല. IASC ഉണ്ട്, IIT ഉണ്ട്, DRDO ഉണ്ട്. എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും ഇത് പ്രധാനമായി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മേൽനോട്ടം വഹിച്ചത് ആരാണ്? കൊങ്കൺ റെയിൽവേ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയല്ലേ? എല്ലാം ശരിയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ എന്താ? 1, 2, 3, 4 എന്ന് പറയണം. 1, 2, 3, 4 എവിടെയാ ഉള്ളത്? ഓപ്ഷൻ ഡിയിലാണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക? ശരിയായിട്ട് വരിക. ഇത്രയും കാര്യം അല്ലേ? അതെ. അപ്പൊ നെക്സ്റ്റ്, ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് വെൽഡുകളുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഇത്രയും ഉയരത്തിലല്ല കെട്ടുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പാലം 2 ദിവസം കൊണ്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി എന്താ അത്ര വലിയ പ്രശ്നം ഉണ്ടാവുക. അല്ലേ? അപ്പൊ നമ്മൾ ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് കെട്ടിയ ഒരു പാലമാണ് എന്ത്? ചിനാബ് റെയിൽവേ ബ്രിഡ്ജ് പാലം എന്ന് പറയുന്നത്. എന്താണ് ഈ
ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ. ഓക്കെ, എന്തെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ അതിന്റെ വൈകല്യം കണ്ടുപിടിക്കാനും പൈപ്പ് ലൈൻ എന്താണ് ആക്ച്വലി ഗുണനിലവാരം കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഒരു മെഷീനാണ് എന്ത് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, എങ്ങനെയാ സാർ മെഷീൻ ഉണ്ടാവുക? ഇങ്ങനെയാണ് മെഷീൻ ഉണ്ടാവുക. ഈ മെഷീനിൽ ഇങ്ങനെ ഗ്രാഫ് കാണുന്നില്ലേ അവിടെ? ഓക്കെ, ഗ്രാഫ് ടൈപ്പിൽ കാണുന്നില്ലേ? ഇത് നിങ്ങൾ ഏതെങ്കിലും സ്റ്റീലുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് മെഷീനുമായിട്ടോ അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും മെറ്റീരിയലുമായിട്ടോ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ എന്ത് പറയും? ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എന്ത് പറയും? ഓക്കെ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? ഓക്കെ അല്ല എന്ന് പറയും. ഓക്കെ, അൾട്രാസോണോഗ്രഫി നമ്മളും ചെയ്യാറില്ലേ? എന്തിനു വേണ്ടിയിട്ട്? ആക്ച്വലി നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സെയിം തിങ്. ഓക്കെ, ഒരു സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും രണ്ടും അല്ലല്ലോ, 29,000 ടൺ സ്റ്റീൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അതും എവിടെയാണ്? 359 മീറ്റർ ഉയരത്തില് അവിടെ പോയിട്ട് മലയുടെ മുകളിലാണ്. എന്തെങ്കിലും പറ്റിയാലോ? അതുകൊണ്ട് നമ്മൾ ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് NABL നാഷണൽ അക്രഡിഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബറട്ടറീസ്. ഓക്കെ, അവയിൽ നിന്ന് വെൽഡിംഗ് പരിശോധന നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ സർ, മനസ്സിലായില്ല. NABL എന്ന് പറയുന്നത് ഒരു എന്താ പറയാ അക്രഡിക്ഷൻ എന്താണ്? ആക്ച്വലി ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു കമ്പനിയാണ്. ഇവര് ഈ പാലത്തെ എന്ത് ചെയ്യണം? പരിശോധിച്ചിട്ട് എല്ലാം ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് എന്ത് ചെയ്യണം? പറയണം. കാരണം നിങ്ങൾക്ക് വീണ്ടും അറിയാം ഈ പാലം എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ഈ പാലത്തിന് അംഗീകാരം കൊടുക്കുകയുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു പാലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, റെയിൽവേ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താ? ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് വെൽഡുകളുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഫേസ്ഡ് അറേ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച പാലമാണ് ഏത്? ചിനാബ് പാലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് വെൽഡുകളുടെ പരിശോധനയ്ക്കായിട്ട് NABL ഫുൾ ഫോം എന്താ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബറട്ടറീസ്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പാലമാണ് എന്ത്? ചിനാബ് പാലം. ചിനാബ് പാലം ഒരു ചെറിയ സംഭവമാണോ? അല്ല. ഓക്കെ അല്ലേ? ഇനി ഈ പാലം 120 വർഷം ഇരിക്കുന്നു പറഞ്ഞിട്ട് അതിനെ വെറുതെ വിടാൻ പറ്റുമല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാലത്തിന് എപ്പോ വേണമെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന നദിയുടെ പേരാണ് ചിനാബ് നദി. ചിനാബ് നദിയിലല്ലേ പാലുള്ളത്? ഓക്കെ, ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാഹോൾ, സപ്തി എന്ന് പറയുന്ന ജില്ലകളില് ഓക്കെ ഹിമാലയത്തിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആര് ഉത്ഭവിക്കുന്നത്? ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. ഇനി നിങ്ങൾ ലാഹോൾ, സപ്തി ജില്ലയിൽ പോയി അവിടുത്തെ കീലോങ്ങിൽ നിന്ന് 8 കിലോമീറ്റർ പോവാം. എന്നിട്ട് തെക്ക് പടിഞ്ഞാറായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണ്ടി എന്ന് പറയുന്നൊരു പ്രദേശം കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അവിടെ ചന്ദ്ര എന്നും ബാഗ എന്നും 2 നദികൾ ഉണ്ടാവും. ഈ 2 നദികളും കൂടി എവിടെയാണോ സംഗമിക്കുന്നത് അവിടെയാണ് ആര് വരിക? ചിനാബ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ചിനാബ് കാണാൻ വേണ്ടി പോകാം. ആദ്യം നിങ്ങൾ എവിടേക്ക് പോകണം? ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലോട്ട് പോകണം. പിന്നീട് നിങ്ങൾ എങ്ങോട്ട് പോകണം? ലാഹോൾ, സപ്തി ജില്ലയിൽ പോകണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ ഏത് സ്ഥലത്ത് പോകണം? കിലോങ്ങിൽ പോകണം. എന്നിട്ട് കിലോങ്ങിൽ നിന്ന് എത്ര കിലോമീറ്റർ പോകണം? 8 കിലോമീറ്റർ പോകണം. 8 കിലോമീറ്റർ എങ്ങനെയാ പോകേണ്ടത്? തെക്ക് പടിഞ്ഞാറായിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തെത്തും? തണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ എത്ര നദിയുണ്ട്? 2 നദി. ഏതൊക്കെയാണ് നദി? ചന്ദ്ര, ബാഗ. ഇവർ രണ്ടുപേരും കൂടി സംഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നദി ഉണ്ടാവുന്നു. ആ നദിയുടെ പേരാണെന്ത്? ചിനാബ് നദി. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചാല ബാരാലാച്ചാല എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ചുരമാണ്. ചുരം എന്ന് വെച്ചാൽ എന്താ സാർ? ആക്ച്വലി നമ്മുടെ താമരശ്ശേരി ചുരം പോലെ ഒരു ചുരമാണോ? അതെ. ഓക്കെ, അങ്ങനെ ബാരാലാച്ചാല ചുരം ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂര്യതാൽ എന്ന് പറഞ്ഞിട്ടൊരു തടാകം കാണാൻ പറ്റും. ആ തടാകത്തിൽ നിന്നാണ് ബാഗ നദി എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇതേ ചുരത്തിന്റെ കിഴക്കൻ ഹിമാലയിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ചന്ദ്രതാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണാൻ പറ്റും. ആ ചന്ദ്രതാലിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ചന്ദ്ര നദി ഉത്ഭവിക്കുന്നത്. ഓ ഫൈൻ. ഓക്കെ, ഈ ചിനാബ് നദി
ജമ്മു കാശ്മീർ അല്ലെ, ജമ്മു ഉണ്ട്, കാശ്മീർ ഉണ്ട്. ഈ ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ കാശ്മീർ മേഖല വേറെ ഉണ്ടോ സാർ? ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ജമ്മു മേഖലയുണ്ട്, കാശ്മീർ മേഖലയുണ്ട്. ഇതിലെ ജമ്മു മേഖലയിലൂടെയാണ് ആരൊഴുകുന്നത്? ചിനാബ് നദി ഒഴുകുന്നത്. അങ്ങനെ ഒഴുകിയിട്ട് അത് എവിടെ എത്തും? പാകിസ്ഥാനിലെത്തും. പാകിസ്ഥാനിലെ പഞ്ചാബ് സമതലങ്ങൾക്ക് അത് പോയിട്ട് എവിടെ പതിക്കും? സിന്ധു നദിയിൽ പതിക്കുന്നതായിരിക്കും. അപ്പൊ ചിനാബ് നദിയുടെ ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. ഈ ചിനാബ് നദിയിൽ നമുക്ക് ഏതൊക്കെ അണക്കെട്ടാണ് പ്രധാനമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്? അണക്കെട്ട് നമ്പർ 1, ഓക്കെ, റാറ്റിൽ ജലവൈദ്യുത പദ്ധതി. അണക്കെട്ട് നമ്പർ 2, സലാൽ അണക്കെട്ട്. അണക്കെട്ട് നമ്പർ 3, ദുൽഹസ്തി ജലവൈദ്യുത നിലയം. ഓക്കെ അല്ലെ? അണക്കെട്ട് നമ്പർ 4, കിഷ്തോർ ജില്ലയിലെ ഒരു പോഷക നദിയായിട്ടുള്ള മരു സദാർ നദിയിൽ നിർമ്മിച്ച എന്താണ്? പക്കൽ ദുൽ അണക്കെട്ട്. ഇപ്പോഴും അത് വർക്കിങ്ങിലാണ്. ഓക്കെ, നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്. ഓക്കെ. ബാഹ്ലിഗാർ അണക്കെട്ട്. ബാഹ്ലിഗാർ അണക്കെട്ട്, റാറ്റിൽ അണക്കെട്ട്, സലാൽ അണക്കെട്ട്, ദുൽഹസ്തി ജലവൈദ്യുത നിലയം. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ചിനാബ് നദിയിലെ പദ്ധതികളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓ ഫൈൻ. അപ്പൊ നമ്മുടെ ചിനാബ് പാലവും ചിനാബ് നദിയും കടന്നു. ഇനി അതേ ജമ്മു കാശ്മീരിലെ അതേ റീസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേറ്റ് റെയിൽവേ പാലത്തിന്റെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട പാലത്തിന്റെ പേരാണ് അഞ്ചിഗാർ. ഓക്കെ. എന്താണ് സാർ റെയിൽവേ സ്റ്റേറ്റ് പാലം? നോക്കിയേ, ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഒരു തൂക്കുപാലമായിട്ടല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും എന്താ? രണ്ടു മലയുടെ നടുവിലല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ചിനാബ് പാലം പോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ല അഞ്ചിഗർ പാലവും? അതെ, ഒരു കേബിൾ സ്റ്റഡ് പാലമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? അഞ്ചിഗറാണ് പറയേണ്ടത്. നമ്മുടെ ചിനാബ് ഏത് റെയിൽവേ ലൈനിന്റെ ഭാഗമായിരുന്നു? USBRL. അഞ്ചിഗതും ഏത് റെയിൽവേ ലൈനിന്റെ ഭാഗമാണ്? USBRL. ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് എന്നാണ് അതിനെ പറയുക. എത്ര മീറ്റർ നീളമുണ്ട്? 725.5 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. ഓക്കെ അല്ലേ? ഇതിന് എത്ര മീറ്റർ ഉയരമുള്ള പൈലോൺ ഉണ്ട്? 331 മീറ്റർ ഉയരമുള്ള പൈലോൺ ഉണ്ട്. ഓക്കെ അല്ലേ? അത് നോക്കിയേ, ഇവിടെ പൈലോൺ കാണുന്നില്ലേ? ഇതിനാണ് പറയുക. ഇത് എത്ര മീറ്റർ ഉയരമുണ്ട്? 331 മീറ്റർ ഉയരമുള്ള എന്തുണ്ട്? ആക്ച്വലി ഒരു പൈലോൺ ഉണ്ട്. മൊത്തം നീളം എത്രയാ? 725.5 മീറ്റർ. ഈ ചിനാബ് പാലത്തിന് 266 കിലോമീറ്റർ വരെയുള്ള കാറ്റിനെ തടയാൻ പറ്റുമെങ്കിൽ, കാറ്റത്തും ആടില്ലെങ്കിൽ, ഓക്കെ, അഞ്ചിഗത് പാലം 213 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന കാറ്റിനെ എന്ത് ചെയ്യും? ചെറുക്കുന്നതായിരിക്കും. ഓക്കെ. എന്നിട്ട് ഈ പാലത്തിലൂടെ, അതായത് ഈ കാണുന്ന തൂക്കുപാലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ എന്ത് ചെയ്യാം? ചലിപ്പിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ കേബിൾ അല്ലേ വേണ്ടത്? കേബിൾ പാലം അല്ലേ? അപ്പൊ 82 മുതൽ 295 മീറ്റർ നീളമുള്ള, ഓക്കെ, ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, അതുപോലെ ചിലയിടത്ത് ചെറിയത്, ചിലതിടത്ത് വലുത്. ചെറുതെത്രയാ? 825. വലുതെത്രയാ? 295. എല്ലാം 882. ഓക്കെ അല്ലെ? എല്ലാം 82 ആണോ? അല്ല. എല്ലാം 295 ആണോ? അല്ല. ഓക്കെ. ഇങ്ങനെ 82 മുതൽ 295 വരെയുള്ള 96 കേബിളുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? 96 കേബിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഹൈബ്രിഡ് അടിത്തറയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാർ ഈ പാലത്തിന് അവിടെ അടിത്തറ ഇതാ മക്കളെ, അടിത്തറ. ഓക്കെ അല്ല? ഈ പാലം മൊത്തമായിട്ട് എന്ത് ചെയ്യല്ല? മുങ്ങി നിൽക്കുകയല്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെയും കണക്ഷൻ ഉണ്ട്, ഇവിടെയും കണക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു ഹൈബ്രിഡ് അടിത്തറ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതിന്റെ വർക്ക് 30% പെട്ടെന്ന് എന്താ പറയാ കുറയ്ക്കണം. അതായത് നിർമ്മാണ സമയം നമുക്ക് പെട്ടെന്ന് കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് DOKA, ജം ഫോം ഷട്ടറിങ്, പമ്പ് കോൺക്രീറ്റിംഗ്, ടവർ ക്രെയിൻ ടെക്നിക് എന്നിവ നമ്മൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. സർ എന്തൊക്കെ ഈ സംഭവം? ഓക്കെ മക്കളെ, ഇത് ഒരു പാലമാണ്. കറക്റ്റ്. ഈ പാലം എന്താണ്? ആക്ച്വലി മലയ്ക്കിടയിലാണ്. ഈ പാലം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കൂ. എങ്ങനെ കെട്ടുക? ആദ്യം മലയുടെ താഴെ പോയിട്ട് മൊത്തം കെട്ടിയിട്ട് എന്താ പറയാ 359 മീറ്ററിലോ അല്ലെങ്കിൽ 313 മീറ്ററിലോ കെട്ടിയതിന് ശേഷം, ഓക്കെ, പിന്നെ എല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് ഈ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ അങ്ങനെ കെട്ടുക ചെയ്യുക അല്ലല്ലോ. ഓക്കെ. എയറിലാണ് കൺസ്ട്രക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അതും ഇത്ര ഉയരത്തിലാണ്. അതും ഇത്രയും വലിയ പർവ്വതത്തിന്റെ എന്താണ് നടുവിലൂടെയാണ് കൺസ്ട്രക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. എയറിലാണ് കെട്ടുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ
ഇത് കെട്ടി 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 വരുമ്പോൾ അവിടെ നിൽക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് DOKA, ജെം ഫാം ഫോം ഷട്ടറിങ്. ഓക്കെ, ഇതാണ് DOKA, ജെം ഫോം ഷട്ടറിങ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് സ്റ്റെപ്പായി നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ആ കെട്ടുന്ന ആ കൺസ്ട്രക്ഷനെ എന്താണ് പറയാ, വീഴാതെ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി അതിന് ഒരു ഹെൽപ്പ് ഗ്രിപ്പ് കൊടുത്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു സെപ്പറേറ്റ് ലെയറും ഉണ്ടാവും. ഈ ലെയറിലാണ് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും നദിയുടെ കുറുകെയോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ കുറുകെയോ ഒക്കെ നമുക്ക് പാലം കെട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ DOKA, ജെം ഫോം ഷട്ടറിംഗ് ആണ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ അഞ്ചിഗത് പാലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പമ്പ് കോൺക്രീറ്റിംഗ്. കോൺക്രീറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഓക്കെ അല്ലേ? കോൺക്രീറ്റ് എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള പ്രോസസ് അല്ലേ? അതെ. അടുത്ത പ്രോസസ്സിന്റെ പേരാണ് ടവർ ക്രെയിൻ ടെക്നിക്. ഓക്കെ, ടവർ ക്രെയിൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് സാധനം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തിരിക്കാൻ പറ്റും. വളരെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് സാധനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, വേറെ ഭാഗത്തേക്ക് എത്തിക്കുക. പാലം നോക്കിയേ, ഇങ്ങനെയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിപ്പോകുമ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ സാധനങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവത്തിന്റെ പേരാണ് ടവർ ക്രെയിൻ ടെക്നിക്. ഈ പാലം കെട്ടുമ്പോൾ ഇടയിൽ വെച്ച് വീഴാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ് DOKA, ജെം ഫോം ഷട്ടറിങ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ? അതെ. അപ്പൊ അഞ്ചിഗത് പാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? അഞ്ചിഗതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ്? ചിനാബ് പാലമാണ്. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? അഞ്ചിഗത് പാലമാണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഏത് ലൈനിന്റെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ്? ഒന്ന് USBRL എന്നതിന്റെ ഫുൾ ഫോം എന്താ? ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ജമ്മു കാശ്മീരും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളായിട്ട്, അതായത് കാശ്മീരും മറ്റു ഭാഗങ്ങളായിട്ട് ഏത് കാലാവസ്ഥയിലും എന്ത് വന്നാലും ഒക്കെ കാറ്റത്താടില്ലി കാറ്റാടി. എത്ര കാറ്റത്ത്? 266 കിലോമീറ്റർ കാറ്റത്ത്. ഓക്കെ അല്ലേ? ആടില്ലി കാറ്റാടി, അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അല്ലേ? അതെ. അപ്പൊ ഇതൊരു ഡിഫൻസ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട പാലമല്ലേ? അതെ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആയ? അതെ. റെയിൽവേ ആണ് ഓടാൻ പോകുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കറണ്ട് അഫയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പഠിക്കുന്നത്. അപ്പോ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക്സ്. ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ, ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3. ഇതേപോലൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, ഡൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതിയെ.